കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. പാഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ മണിക്കൂറുകളായി ഏറ്റുമുട്ടൽ നടന്നു വരുന്നതായി റിപ്പോർട്ട്. പാഹൽഗാമിലെ അക്രമികളായ ഭീകരർ തന്നെയാണോ എന്നതിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കുൽഗാം വനമേഖലയിൽ വെച്ച് ഭീകരരും സൈന്യവും തമ്മിൽ വെടിവയ്പ് നടന്നിരുന്നു. ആദ്യം സൈന്യത്തിന് നേരെ ഭീകരർ വെടിവയ്ക്കുകയായിരുന്നു. തുടർന്ന് സൈന്യവും തിരിച്ചടിച്ചു. ഭീകരർ ദക്ഷിണ കാശ്മീരിൽ തന്നെ ഉണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം. കാശ്മീർ താഴ്വരയിൽ വ്യാപകമായ തെരച്ചിൽ നടന്നു വരികയാണ്. സൈന്യവും CRPFും കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. സുരക്ഷാ ആശങ്ക 48ഓളം റിസോർട്ടുകളും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടു. ഭീകരാക്രമണത്തിന് ശേഷം പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗം നിലച്ചിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് നിരവധി ടൂറിസ്റ്റുകൾ കാശ്മീർ വിട്ടു. നിരവധി യാത്രക്കാർ യാത്രകൾ റദ്ദാക്കി. പാഹൽഗാമിൽ ചുരുങ്ങിയ പേർ മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പാകിസ്ഥാന്റെ കുറ്റസമ്മതം ആരും മുഖവിലയ്ക്കെടുക്കുന്നില്ല. ഭീകരവാദത്തിന് ഊർജം നൽകുന്ന രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയിൽ ആഞ്ഞടിച്ച ഇന്ത്യ. പാകിസ്ഥാന്റെ ഭീകര പങ്ക് ആർക്കും കണ്ണടയ്ക്കാനാവില്ലെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി. തൻ്റെ രാജ്യം പതിനെട്ടുകളായി ഭീകരവാദത്തെ പിന്തുണച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അസന്നിഗ്ധമായി ഒരു അഭിമുഖത്തിൽ സമ്മതിച്ചതുമാണ്. ഈ കുറ്റസമ്മതം ആരെയും അത്ഭുതപ്പെടുത്തിയിട്ടില്ലെന്ന് ഇത് ആഗോള ഭീകരവാദത്തിന് ഊർജം നൽകുന്ന ഒരു തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രകോപനം സൃഷ്ടിച്ചു വരികയും ഭീകരരെ സംരക്ഷിച്ചും സഹായിച്ചും സൈന്യം ട്രെയിനിങ് നൽകിയുമാണ് ഇന്ത്യക്കെതിരെ അണിനിരത്തുന്നതെന്നും കാശ്മീരിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും സമ്മതിക്കുന്നു. പാകിസ്ഥാൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും അനുമതി നിഷേധിക്കാൻ ഇന്ത്യൻ സർക്കാർ ആലോചിച്ചു വരികയാണ്. ഇതോടെ പാകിസ്ഥാൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തെത്തുന്നതും വിമാനം വ്യോമ അതിർത്തി കടക്കുന്നതും തടയാനും നീക്കം തുടങ്ങിക്കഴിഞ്ഞു. തുറമുഖ കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി. യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം പങ്കെടുത്തതിനെതിരെയും വിമർശനം. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായാണ് കമ്മീഷനിങ് എന്ന് സർക്കാർ പറയുന്നു. എന്നാൽ തുറമുഖ കമ്മീഷനിങ് എങ്ങനെ വാർഷിക പരിപാടിയാകുമെന്ന് പ്രതിപക്ഷം ചോദിച്ചു. സർക്കാരിൻ്റെ വാർഷിക പരിപാടിക്ക് ആണോ പ്രധാനമന്ത്രി വരുന്നതെന്നും വിൻസെൻ്റ് MLA ചോദിച്ചു. വിഴിഞ്ഞത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം പങ്കെടുത്തതിൽ കോൺഗ്രസ് വിമർശിക്കുന്നു. മെയ് 2-നാണ് പ്രധാനമന്ത്രി തുറമുഖ കമ്മീഷനിങ്ങിന് എത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്ത് സുരക്ഷാ പരിശോധനകൾക്കായി SPG സംഘം എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാവിലെയാണ് സംഘം എത്തിയിരിക്കുന്നത്. സുരക്ഷാ സംവിധാനം നടന്നു വരികയാണ്. സുരക്ഷാ സംവിധാനത്തിൻ്റെ ട്രയലും നടന്നു കഴിഞ്ഞതായാണ് അറിയുന്നത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത വിഷയം വിവാദമായപ്പോൾ പേരിന് ഒരു കത്ത് നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്തെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ എത്തിച്ചതായാണ് അറിയുന്നത്. ചടങ്ങിൽ എത്തുമല്ലോ എന്നാണ് കത്തിൽ പറയുന്നത്. ഇതെല്ലാം ജനങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. പാഹൽഗാം ആക്രമണം പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെയും പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പാഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇരു സഭകളുടെയും പ്രത്യേക സമ്മേളനം ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. കോൺഗ്രസ് MPയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും ഏകീകൃത പ്രതികരണത്തിൻ്റെ ആവശ്യകതയുണ്ടെന്നും രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു. ഈ നിർണായക സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്നും ഇന്ത്യ കാണിച്ചു കൊടുക്കണം.
ജനപ്രതിനിധികൾക്ക് അവരുടെ ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. അത്തരമൊരു സമ്മേളനം എത്രയും വേഗം വിളിച്ചു കൂട്ടണമെന്ന് കത്തിൽ അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഇതേ ആവശ്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സംയുക്ത നിലപാട് വ്യക്തതയുണ്ടാക്കുന്ന വേദിയായിരിക്കണമെന്ന് പാർലമെന്റിനെന്തും ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടി. പാഹൽഗാം ആക്രമണത്തിന് അപലപിച്ച് ജമ്മു കാശ്മീർ നിയമസഭ പ്രത്യേക സമ്മേളനം നടത്തി. ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നതിനും ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള പ്രമേയം സമ്മേളനത്തിൽ പാസാക്കി. ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൗധരി പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകാനും നിയമസഭ തീരുമാനിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കൃത്യസമയത്ത് തന്നെ +1 ക്ലാസുകൾ ആരംഭിക്കും. വിജയിച്ച എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കാനഡ തിരഞ്ഞെടുപ്പിൽ ഖലിസ്ഥാൻ അനുകൂല നേതാവ് ജഗ്മീത് സിംഗിന് തോൽവി. അധികാരം നിലനിർത്തി മാർക്ക് കാർണി. മെയ് 1 മുതൽ ATMൽ നിന്ന് പണം പിൻവലിക്കുന്നവർ ശ്രദ്ധിക്കണം. പുതിയ നിരക്കുകൾ മെയ് 1 നിലവിൽ വരും. സൗജന്യ ഇടപാട് പരിധികൾ, അധിക ഇടപാടുകൾക്കുള്ള ചാർജുകൾ, ഇൻ്റർചേഞ്ച് ഫീസ് ഘടനകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുന്നു. കെട്ടിടത്തിന് ഹെഡ്ഗവാറിൻ്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. വാക്കേറ്റവും കയ്യാങ്കളിയും അവസാനം പോലീസ് ഇടപെടേണ്ടി വന്നു. തടവിൽ തുടരേണ്ടി വരും. സഞ്ജീവ് ഭട്ടിൻ്റെ ജാമ്യം നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി. 1990 കസ്റ്റഡി മരണക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഗുജറാത്ത് കേഡർ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിൻ്റെ ജീവപര്യന്തം ശിക്ഷാവിധി മരവിപ്പിക്കാതെ സുപ്രീം കോടതി. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന സഞ്ജീവ് ഭട്ടിൻ്റെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്.